വികസന മാതൃക, സാമൂഹിക സൂചികകളിലെ മികവ് എന്നിവയിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായിരുന്നെങ്കിലും പുതിയ ആഗോള സാഹചര്യങ്ങളിൽ ആ മാതൃക കാലഹരണപ്പെട്ടതായി തുറന്നടിച്ച് നേതാവ് ശശി തരൂർ MP. ദുബായിൽ നടന്ന കേരള ഡയലോഗ് എന്ന ഉന്നതതല ചർച്ചാ വേദിയിലാണ് അദ്ദേഹം ഈ നിർണായക വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാനത്തെ അമിതമായ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ് നിക്ഷേപക സൗഹൃദ അന്തരീക്ഷത്തിന് തടസ്സമാകുന്നത്? ഇത് കേരളത്തെ രാജ്യത്തെ ഏറ്റവും മോശം ഉദാഹരണമാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും കണക്കുകൾ അനുഭവങ്ങളും മുൻനിർത്തി തരൂർ വിശദീകരിച്ചു. ഈ വിമർശനം നിക്ഷേപകരെ ആകർഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. കേരള മോഡൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നിസ്തുലമാണ്. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ ആധുനിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പഴയ മോഡൽ മതിയാവില്ല എന്നാണ് തരൂരിന്റെ പക്ഷം. കേരള മോഡൽ വികസനം 20ാം നൂറ്റാണ്ടിലെ മികച്ചതായിരുന്നു. പുതിയ കാലത്തിന് അത് പോരാ. അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് അങ്ങനെയാണ്. സാങ്കേതിക വിദ്യയുടെ അതിവേഗ കുതിപ്പും ആഗോളതലത്തിൽ മത്സരം മുറുകുന്ന സാഹചര്യത്തിലും കാലഹരണപ്പെട്ട സർക്കാർ നടപടിക്രമങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം വിലങ്ങുതടിയാവുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കേരളം തയ്യാറെടുക്കുമ്പോൾ സംസ്ഥാന പ്രവർത്തനക്ഷമത സംബന്ധിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി വരുന്ന സമയം താരതമ്യം ചെയ്യുമ്പോൾ കേരളം എത്രമാത്രം പിന്നിലാണെന്ന് വ്യക്തമാവുന്നുണ്ട്. സിംഗപ്പൂരിൽ 3 ദിവസവും ഇന്ത്യയിൽ 114 ദിവസവും കേരളത്തിലാകുമ്പോൾ 236 ദിവസവുമാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ട സമയം. ഇന്ത്യൻ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം സമയം ഒരു സംരംഭം തുടങ്ങാൻ കേരളത്തിൽ ആവശ്യമായി വരുന്നു എന്നത് വികസന രംഗത്തെ ചുവപ്പുനാടയെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സർക്കാർ വ്യവസായങ്ങൾക്കായി ഏകജാലക സംവിധാനം സജ്ജീകരിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റു മേഖലകളിലും അതിന്റെ ഫലപ്രാപ്തി കാണില്ലെന്ന് തരൂർ നിരീക്ഷിച്ചു. സർക്കാർ നടപടിക്രമങ്ങളിൽ 75% എടുത്തു കളയാവുന്നതാണെന്നും ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ദേശീയ പ്രശ്നത്തിലെ മോശം മാതൃക നിക്ഷേപക സൗഹൃദ അന്തരീക്ഷത്തിന് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷമല്ലേ മെച്ചപ്പെടേണ്ടത് എന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമാണ് അമിത രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. എന്നാൽ തരൂരിന്റെ പ്രതികരണം ശക്തമായിരുന്നു. ഇതൊരു ദേശീയ പ്രശ്നമാണ്. കേരളം അതിലെ മോശം ഉദാഹരണമാണ്. സംസ്ഥാനത്തെ ഓരോ സ്ഥാപനത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങളെ മറികടക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. സ്വകാര്യ കോളേജുകളിലെ അധ്യാപകർ പോലും തൊഴിലിനും കർത്തവ്യങ്ങൾക്കും തിരഞ്ഞെടുക്കുന്നതിന് പകരം രാഷ്ട്രീയമാണ് ആദ്യം കേരളത്തിൽ വെക്കുന്നത് എന്ന അവരുടെ വാക്കുകൾ അക്കാദമിക തൊഴിൽ മേഖലകളിൽ പോലും രാഷ്ട്രീയം സ്വാധീനിക്കുന്ന സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ഭരണപരവും അക്കാദമികപരവുമായ കാര്യക്ഷമതയെ ഈ അതിരാഷ്ട്രീയവൽക്കരണം സാരമായി ബാധിക്കുന്നുമുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ വ്യവസായ സംരംഭകർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാലതാമസം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളികളുടെയും യൂണിയനുകളുടെ ഇടപെടലുകളാണ്. ഈ അന്തരീക്ഷം മൂലധന നിക്ഷേപകരെ സംസ്ഥാനത്ത് നിന്ന് അകറ്റുന്നുമുണ്ട്. കേരളത്തിലെ നിക്ഷേപ സൗഹൃദ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് തരൂർ 2 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിക്ഷേപം നടത്തുന്നവർക്ക് തങ്ങളുടെ മൂലധനത്തിലും സംരംഭങ്ങൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം അനിവാര്യമാണ്. രാഷ്ട്രീയ ഇടപെടലുകളോ യൂണിയൻ പ്രശ്നങ്ങളോ ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസമോ നിക്ഷേപങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പു നൽകാൻ ഈ നിയമം സഹായിക്കണം. അതോടൊപ്പം കേരളത്തിന്റെ വികസനത്തെയും ദിനചര്യകളെയും സാരമായി ബാധിക്കുന്ന ഹർത്താലുകൾ നിരോധിക്കണം. പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും തടസ്സപ്പെടുത്തുന്ന ഈ പ്രവണത അവസാനിക്കണം. പാർട്ടി താല്പര്യങ്ങളല്ല, പൊതു താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ ആവശ്യത്തിന്റെ അടിത്തറ വ്യക്തമാക്കുന്നുണ്ട്. കേരള ഡയലോഗ്സ് എന്ന ചർച്ചാവേദി തന്നെ സംസ്ഥാനത്തെ ക്രിയാത്മകമായ മാറ്റങ്ങൾക്കായി പ്രവാസികളായ വ്യവസായികളുടെ പ്രമുഖരും കേരള ഡയലോഗ്സ് എന്ന ചർച്ചാവേദി സംസ്ഥാനത്തെ ക്രിയാത്മകമായ മാറ്റങ്ങൾക്കായി പ്രവാസികളും വ്യവസായികളും പ്രമുഖരും ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. തരൂർ ഉന്നയിച്ച വിമർശനങ്ങൾ ഒരു വശത്ത് സർക്കാരിന്റെ ബിസിനസ് സൗഹൃദം അവകാശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ മറുവശത്ത് കേരളത്തിന് മുന്നിലുള്ള യഥാർത്ഥ പ്രതിബന്ധങ്ങളെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യം ഉയർന്നുവെങ്കിലും അതിലുപരിയായി പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരൂരിന്റെ നിലപാട് ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തലമുറകളിലുള്ളവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന സന്ദേശമാണ് ഈ ചർച്ച. കാലഹരണപ്പെട്ട മാതൃകകളിൽ നിന്ന് മാറി ആധുനികവും നിക്ഷേപക സൗഹൃദവുമായ ഒരു പുതിയ വികസനപാതയിലേക്ക് കേരളം മാറേണ്ടത് അനിവാര്യമാണെന്ന് തരൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട്.